നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡർ ആണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ഒന്ന് കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ഒരു ഏരിയനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് സ്ഥലത്തുനിന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഓൾമോസ്റ്റ് വീഡിയോസിൽ നമ്മൾ പറയുന്നതാണ്, റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്തുനിന്നോ റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നോ ഉള്ള എൻട്രി ആയിരിക്കും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ മൊമെന്റം കിട്ടുന്നതും. അപ്പൊ നിഫ്റ്റി ഈ ഒരു കറന്റ് സിറ്റുവേഷൻ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ലോങ് ടൈം വ്യൂവില് നിഫ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെയാണ് ഇത്. അപ്പോൾ നിഫ്റ്റിയിലായാലും നല്ല 230 മുകളിലേക്കെങ്കിലും ക്ലോസിംഗ് നിലനിർത്തണം. ഈ ഏരിയ റെസിസ്റ്റൻസ് സോണാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നൽകിയിരുന്നു 24,375 നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഇത് രണ്ട് റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിലനിൽക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പൊ നിഫ്റ്റിയിലായാലും റിവേഴ്സൽ ഏരിയ സംഭവിക്കണം, ഈ നിഫ്റ്റി ഒരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത സംഭവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടിന്റെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവലിൽ ഡെയിലി ക്യാൻഡിൽ നിലനിർത്തണം. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഇനി അടുത്ത ലോവർ ലെവൽ, അടുത്തൊരു നല്ല ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഈ ഒരു ലെവലാണ്. 23,800 അടുത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. കറന്റ് ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ചിലപ്പോൾ ഒരു നാളത്തെ മാർക്കറ്റോ 1-2 ദിവസത്തെ ഒരു മാർക്കറ്റോ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറും. ചിലപ്പോൾ നമ്മളൊരു ഹയർ ലെവലിൽ നിന്നായിരിക്കും ചിലപ്പോൾ റിവേഴ്സൽ പറയുന്നത്. കാരണം നിഫ്റ്റി ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ സ്ട്രഗിൾ ചെയ്ത് നിലനിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു ഹയർ ലെവലിൽ തന്നെ റിവേഴ്സൽ സംഭവിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് ഈ ഒരു ഏരിയ ആണ് ലോങ് ടൈം സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസങ്ങളിൽ ഇതനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ ഒരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ആക്കാം. നിഫ്റ്റിയിലും നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 24,075 സപ്പോർട്ട് കാണുന്നത് 24075. അപ്പൊ നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈർ ഓപ്പർച്യൂണിറ്റി കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ താഴെയാണ്. 24,075 സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത സപ്പോർട്ട് വരുന്നത് 24,005 അപ്പൊ അതിനുശേഷം സപ്പോർട്ട് വരുന്നത് 23,915. നിഫ്റ്റി ഈ ഒരു ലെവൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എപ്പോഴും റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു ലെവലിൽ ആണെങ്കിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 24,225 റെസിസ്റ്റൻസ് കാണുന്നത് 24,225. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് ഇതിന്റെ ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നത് 225 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 240 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റോപ്പ് ലോസ് 24,225 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. അതേ രീതിയിൽ നമുക്ക് ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഹയർ ലെവൽ എത്തുന്ന ഒരു സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ലെവല് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യമായിട്ടൊരു ഏരിയ ആണ്. ഈ ഒരു ലെവല് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ഞാൻ എടുത്തിരിക്കുന്നത് 24,370 ഓപ്പൺ ചെയ്യുമ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലായിരിക്കണം ഷോർട്ട്സ് എല്ലാം ആക്റ്റീവ് ആകുന്നത്. ഇതിന്റെ ഒരു താഴെ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിംഗ് ആക്റ്റീവ് ആകും. അതേപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24,225 ആ ഒരു റേഞ്ചിലാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് നല്ല സപ്പോർട്ട് കാണുന്നത് 24,075 സപ്പോർട്ട് കാണുന്നത്.
അപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് ഇന്റർഡേയിൽ മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.